ഇനി നമുക്കൊരു കുറുമക്കറി ഉണ്ടാക്കാം. ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും. അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ട് ഗ്രീൻ പീസാണ്. ഇപ്പം ഞാൻ ഗ്രീൻ പീസ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉരുളൻകിഴങ്ങ് ഇതിലിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടത്തിൽ ഇട്ട് വേവിക്കാം. ഞാനിപ്പോൾ ഉണ്ണികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഇതിലിട്ട് വേവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പീസ് വേവിക്കുമ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലടുപ്പിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 വിസിലടുപ്പിക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് ചേർക്കാം. അരപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഇച്ചിരി റിച്ച് ആൻഡ് സിമ്പിൾ ഗ്രീൻ പീസ് കറി. അപ്പോൾ നമ്മളിതിൽ നാളികേരം, ജീരകം, പിന്നെ ഒരു 4-5 ബദാം തൊലിക്കളയാണ്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ അത് ചെയ്യും. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതൊക്കെ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവാണ്. ലേശം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വഴറ്റാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഇതിൽ വഴറ്റാനായിട്ട് ഒരു മീഡിയം സൈസ് സവോള, ഒരു 3 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ലേശം ഞാൻ ഒഴിക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമ്മൾ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നൊക്കെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിൽ വേണം തക്കാളി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. തക്കാളി ഒരു പകുതി. ഞാനിതിൽ പക്ഷേ തക്കാളി ചേർക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തക്കാളി പകുതിയൊക്കെ ചേർക്കാം. ഏകദേശം ഇതൊന്ന് വഴന്ന് കിട്ടിയത് നമുക്കിതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യാം. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അതിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ മസാല, കൂട്ടുമസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് രുചി കൂടും. എന്നിട്ട് നമുക്കിതൊന്ന് പച്ചക്കുത്ത് മാറാനായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ മുമ്പേ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറണം. അതായത് തിളയ്ക്കണ്ട, ആ പച്ചക്കുത്തൊന്ന് മാറണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഏകദേശം നമ്മുടെ അരപ്പൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്തു. കണ്ടോ? ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ലേശം വെള്ളം കൂടി ചേർക്കണം. കാരണം ഗ്രീൻ പീസ് ഇരുന്ന് കുറുകുമല്ലോ. അപ്പോഴത്തേനും ലേശം വെള്ളം കൂടി ചേർക്കാം. ഈ ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്യാണ്. കാരണം നമ്മൾ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്തു. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിൽ കുറച്ച് കടുക് താളിക്കാം. കടുക് ഇഷ്ടമുള്ളവർ താളിച്ചാൽ മതി. ഞാനിതിൽ കടുക് താളിക്കാൻ പോകണേ. മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ചട്ടി ചൂടായിട്ട് നമുക്കിതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി, ഇതിൽ കുറച്ച് കറിവേപ്പില ഇടും. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് കടുക് തളിച്ചത് ഇട്ടു. നമ്മുടെ സിമ്പിൾ ആൻഡ് റിച്ച് ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.